അമ്മ എന്ത് ചെയ്യുവാ? എന്താക്കല്ല അങ്ങനെ ഒരു ചോദ്യം? ഞാൻ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാലോ. എന്താ ഇവിടെ പതിവില്ലാതെ? അമ്മേനെ ഞാൻ വീട് ചുറ്റും നോക്കിയല്ലോ, പക്ഷേ കാണാനില്ലായിരുന്നു. ചേച്ചി മാത്രമല്ല, ഞാനും ചുറ്റും നോക്കി. ശരി ശരി അമ്മേ, ഞാൻ ചെയ്തോട്ടെ? ഇതെന്തൊരതിശയം! നിങ്ങൾ കഴിച്ച പാത്രം പോലും നിങ്ങൾ കഴിവാറില്ല. എന്താ, സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ടോ? ഇതൊന്നുമല്ല, സ്കൂൾ അടച്ചിട്ട് തന്നെ 1 മാസമായി. ഞാൻ കഴിവാ അമ്മേ. നീ ചോദിച്ചപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. ഇത് മതി. ഓ, ചേച്ചി എന്തിനാ എത്ര സോപ്പിടുന്നേ? എനിക്ക് സോപ്പിടാൻ അറിയാം, ചേച്ചിക്ക് മാത്രമല്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മേ, എന്താ കല്ലു പറ. അമ്മ പോയി റെസ്റ്റ് എടുക്കമ്മേ, കുറെ നേരമായല്ലോ ജോലി തുടങ്ങിയിട്ട്. ഇത് സോപ്പിടുന്നതാണോ അതോ ഒറിജിനൽ സ്നേഹമാണോ? അമ്മ ഒന്നും പറയണ്ട, അമ്മ പോയി റെസ്റ്റ് എടുക്കമ്മേ. ഞാനുണ്ട് തുണി കഴുകി തരാൻ. ഇവിടെ എന്നെ കോപ്പി അടിച്ചില്ലേ സോപ്പിടുന്നേ? അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ മക്കളെ, ഇത് നോർമൽ തുണിയല്ല, അച്ഛമ്മയുടെ സാരിയാ. ഇത് വല്ല ഡാമേജ് ആയ അച്ഛമ്മ കൊല്ലും. അതിനെ കുറിച്ചൊന്നും മേടിക്കണ്ട അമ്മ, ഞാൻ എക്സ്പെർട്ട് ആണ്. എന്നാ ശരി മക്കളെ, നോട്ട് ചെയ്യണം. എന്താക്കല്ലോ നോക്കി നിൽക്കുന്നേ? ഞാൻ തന്നെ ആദ്യം അലക്കും. നമ്മുടെ പിടിച്ചു ഞാൻ വിട്ടു തരുമെന്ന് വിചാരിച്ചോ? ഹോഹോ, ഫസ്റ്റ് ചേച്ചി തുണി അലക്കല്ലേ, കാണിച്ചു തരാം. ഇതിനേക്കാളും ഞാൻ പവർഫുൾ ആയിട്ട് തുണി അലക്കും. അയ്യോ, ഇത്രയും പവർഫുള്ളേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങതാ, ഞാൻ ചേച്ചി സാരി വിട്ടു തരില്ല. മോളെ വിചാരിച്ചു എനിക്ക് ശക്തിയില്ലല്ലോ. നിന്നേക്കാളും ശക്തിയുണ്ട്. ഞാൻ നിന്നേക്കാളും ആദ്യം ജനിച്ചത്, ഓർമ്മ വേണം. എന്റെ അലക്ക് നോക്കിക്കോ എത്ര പവർഫുൾ ആണ്. അൾട്ടിമേറ്റ് പവർഫുൾ ഇപ്പോഴാണ് വരാൻ പോന്നേ. അയ്യോ, എനിക്ക് ഇത്രയും പവർ ആയിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് താന്നു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇതല്ല എക്സ്ട്രീമേറ്റൽ പവർ വരെ എനിക്ക് അടിക്കാൻ പറ്റും. എന്തിനാ വെറുതെ സാരിയുടെ ഉള്ള ലുക്കും കളയുന്ന അടിച്ചടിച്ച്? അലക്കത് മതിയല്ലേ? അയ്യോ, ചേച്ചി ചമ്മി പോയി. ചേച്ചിക്ക് ഇത്രയും പവറിൽ അടിക്കാൻ പറ്റില്ലല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ചേച്ചിയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് തുണി കഴുകുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ അമ്മ പോയോ? നല്ല സാധനം തന്നെ. അല്ല അമ്മൂമ്മ, ഞങ്ങൾ തന്നെ ചോദിച്ചു മേടിച്ചതാ. ഞങ്ങൾ കഴുകി കഴിഞ്ഞു. നോക്കട്ടെ. അയ്യോ, എന്റെ 5000 രൂപയുടെ സാരി. എന്താ പിള്ളേരെ നിങ്ങൾ കാട്ടി കൂട്ടിയിരിക്കുന്നത്? അയ്യോ, അച്ഛൻ ആകെ ചൂടായി. ഓടിക്കാ. അവിടെ നിക്ക്. അയ്യോ അമ്മൂമ്മ, ചെവിന്ന് വിട്ട് വേദനിക്കുന്നു. അയ്യോ, എസ്കേപ്പ് ആവാം. നീ എസ്കേപ്പ് ആവണമെന്ന് വിചാരിക്കേണ്ട, നിനക്കുണ്ട്. അയ്യോ,